കടപ്പാട്, നന്ദി, ആദരം ഇന്ത്യക്കാര് ആരോടെങ്കിലും കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ആരോടാണ്? അത് ഗാന്ധിജിയാണ്. ഇത്ര വലിയൊരു മഹാത്മാവിന് നീതിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്, കുറെ കാലം കഴിഞ്ഞാൽ മനുഷ്യന്മാർ ചോദിച്ചേക്കും, മാംസവും മജ്ജയുമുള്ള ഇതുപോലെ ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നുവോ എന്ന് നാളെ ഒരാൾ ചോദിച്ചേക്കും. ഗാന്ധിജി എൻ്റെ മനസ്സ് കയറിയത് വളരെ ചെറുപ്പത്തിലാണ്. ഞാൻ വളർന്നു വലുതായപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഗാന്ധിയും വളർന്നു വലുതായിക്കൊണ്ടേയിരുന്നു. ഗാന്ധിജിയോട് എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു ബഹുമാനമാണ്, എവിടെയോ വെച്ച് കണ്ട പോലുള്ള ഒരു അനുഭവമാണ്. ഗാന്ധിജി തൻ്റെ ആത്മകഥക്കിട്ട പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ഗാന്ധിജി തിരുനബിയെക്കുറിച്ച് പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെക്കുറിച്ച് ഉള്ളതാണ്. എന്നെപ്പോലെ സത്യത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തിരുനബിയെ ബഹുമാനിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ഗാന്ധിജി ഭഗവത്ഗീത കയ്യിലെന്തും ശ്രീരാമനാണ് എൻ്റെ ഏറ്റവും വലിയ ആരാധ്യപാത്രം എന്ന് പറയും. എന്നിട്ട് പറയും, അത് രാമായണത്തിലെ നിങ്ങൾ കാണുന്ന ദശരഥന്റെ മകനായ രാമനല്ല. അത്ഭുതമാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ചിന്തയുടെ ഔന്നത്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം, തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയാക്കപ്പെടുന്ന വിധം സത്യസന്ധനായിരുന്നു ഗാന്ധി. ലോകത്ത് വലിയ സത്യസന്ധന്മാരൊക്കെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. ഹൃദയമുള്ളവർക്ക് ഗാന്ധിയെ മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരനെ മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് ഗാന്ധിയെ മനസ്സിലാവും. ഗാന്ധിജി നബിയുടെ ഒരു ജീവചരിത്രം വായിച്ചിട്ട് കണ്ണ് നിറഞ്ഞ് കരയാണ് ചെയ്തത്. അതിൻ്റെ പേജുകൾ തീർന്നു പോയി എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധി മാസം കാണാൻ പോവായിരുന്നു. റമദാൻ പറക്കുമ്പോൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ രൂപം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നു. ഗാന്ധിജി എഴുതിയതാണ്. ഐ സീ ബിഫോർ മൈ ഐസ് ദ പിക്ചർ ഓഫ് ദി പ്രൊഫറ്റ്. പ്രവാചകന്റെ രൂപം, പ്രേയിങ് ആൻഡ് ഫാസ്റ്റിംഗ്. നബി നിസ്കരിക്കണതും നോമ്പെടുക്കണതൊക്കെ ഞാൻ കണ്ണു കാണണം. ഗാന്ധിജി പറഞ്ഞു, ഞാൻ നോമ്പെടുക്കും. എന്നിട്ട് ഞാൻ ഹിന്ദുക്കളോട് പറയും, നല്ല ഹിന്ദുക്കളാകുവിൻ. ഞാൻ മുസ്ലിങ്ങളോട് പറയും, നല്ല മുസ്ലിങ്ങളാകുവിൻ. എന്നിട്ട് നമുക്ക് തെമ്മാടികളെ തോൽപ്പിക്കണം. ഗാന്ധിജി പറയണം. ഹുളിഗാനിസം എന്ന വാക്കാണ് ഗാന്ധിജി ഉപയോഗിച്ചത്, തെമ്മാടിത്തം. ഗാന്ധിജി ബ്രിട്ടീഷുകാരെ നാട് കടത്താൻ വേണ്ടിയാണ് ഈ നോമ്പിനെ ഉപയോഗിച്ചത്. ഗാന്ധിജി ഒരിക്കൽ നോമ്പ് നോൽക്കാൻ പോയത് മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിലാണ്. ഗാന്ധിജി ഉപവാസമെടുക്കാൻ വന്നപ്പോൾ മുഹമ്മദ് അലി ചന്തക്ക് പോകുന്നത് ആൾക്കാർ കണ്ടു. മൗലാന മുഹമ്മദ് അലി ആൾക്കാരെ വെച്ച്, എന്തിനാ ചന്തക്ക് പോകുന്നത്? പശുവിനെ വാങ്ങാനാണ്. എന്തിനാ പശു? പാല് കറക്കാൻ. എന്തിനാ പാല്? ഗാന്ധിജിക്ക് കൊടുക്കാൻ. പുറത്തുനിന്ന് വാങ്ങിയ പാല് ഗാന്ധിജിക്ക് കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാല് ഗാന്ധിജിക്ക് കൊടുക്കും. ഇതൊക്കെയാണ് ഇന്ത്യ. ഗാന്ധിയെ തന്നെ ലോകം വിളിച്ചത് അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ്. ഹാഫ് നെയ്ക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ. ഈ മുട്ട് മുതൽ അര വരെ ഗാന്ധിജിക്ക് വസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ. മരം കോച്ചുന്ന തണുപ്പിൽ ലണ്ടനിലേക്ക് പോയപ്പോഴും മേലൊരു ഷാളിട്ടിരുന്നു. നല്ല തണുപ്പായിരുന്നു. ആളുകളൊക്കെ കോട്ടിട്ട് സൂട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്വെറ്റർ ഇട്ട് പുതച്ചിട്ട് ഇറങ്ങുമ്പോൾ, കപ്പലിറങ്ങുമ്പോൾ അർദ്ധനഗ്നനായ ഫക്കീർ ഈ വസ്ത്രമായിട്ടാണ് ചെന്നിറങ്ങിയിരിക്കുന്നത്. ഗാന്ധിജിയെ കൊല്ലുന്ന ദിവസം, അന്ന് രാവിലെ ഒരു ബ്രിട്ടീഷ് പെൺകുട്ടി ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. ഈ പെൺകുട്ടി പോയിട്ട് ചോദിച്ചു, ബാപ്പു പറയാറുണ്ടായിരുന്നില്ലേ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദീർഘായുസ് വേണമെന്ന്? ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ? ഇതാണ് ഈ പെൺകുട്ടിക്ക് അറിയേണ്ടത്. ആരും ഊഹിക്കുന്നില്ലല്ലോ ഗാന്ധിയെ കൊല്ലുന്നു. ഗാന്ധിജിക്ക് ദീർഘായുസ് ഉണ്ടാവണമെന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് അറിയേണ്ടത് ആ കാര്യങ്ങൾ എന്താന്നാ. അപ്പൊ ഈ കുട്ടിയോട് ഗാന്ധിജി മറുപടി പറഞ്ഞു, ഒരിക്കൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ദീർഘായുസ് വേണമെന്ന്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ലോകത്ത് ഇരുട്ട് കട്ട പിടിച്ച് വരുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ കുറെ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഈ മനുഷ്യനെ നൊന്തുപെറ്റ നാടേ, ഇത്ര വലിയ ഒരു ഗുരുവെ നൊന്ത് പ്രസവിച്ച നാടേ, നീ ഭാഗ്യം ചെയ്ത നാടാണ്.